ഹലോ, ഇന്ന് നമ്മള് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സുവോളജിയില് ഹ്യൂമൻ ഫിസിയോളജിയിലെ ഒരു ചാപ്റ്ററാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ എന്താണ് ലോക്കോമോഷൻ, എന്താണ് മൂവ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം പറയുന്നത്. ലോക്കോമോഷൻ, യെസ്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൈ ഇങ്ങോട്ടാക്കി, കാലിങ്ങോട്ടാക്കി, തല ഇങ്ങനെ ഇതാക്കി, ഇതൊക്കെ ലോക്കോമോഷൻ ആണോ? അല്ല, ഇതൊക്കെ മൂവ്മെന്റ്സ് ആണ്. എപ്പോഴാണ് ഒരു മൂവ്മെന്റ് ലോക്കോമോഷൻ ആവുക? വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ലൊക്കേഷൻ. ഇപ്പൊ ഞാനിവിടെ, ഇപ്പൊ ഇവിടെയായി അല്ലെ, ആ ഒരു ലൊക്കേഷൻ മാറി. സോ ലൊക്കേഷൻ മാറുമ്പോൾ മാത്രം ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മള് ലോക്കോമോഷൻ എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് all the movements are not locomotion. എല്ലാ മൂവ്മെന്റ്സുകളും ഒരിക്കലും ലോക്കോമോഷൻ അല്ല. എപ്പോഴാണോ ചേഞ്ച് ഇൻ ലൊക്കേഷൻ വരുന്നത് അപ്പൊ മാത്രമേ എന്ത് പറയുള്ളൂ, ലോക്കോമോഷൻ എന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ലൊരു സെന്റൻസ് പഠിക്കാനുണ്ട്. എന്തുവാ? ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെന്റ് ബട്ട് ഓൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻ. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. നമ്മുടെ ബോഡിയിൽ അല്ല, ജനറലി എല്ലാ ടോട്ടൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് ഉള്ളത്? മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. ബട്ട് അതേ അമീബോയ്ഡ് മൂവ്മെന്റ്, സീലിയറി മൂവ്മെന്റ് ആൻഡ് മസ്കുലാർ മൂവ്മെന്റ്. അമീബോയ്ഡ് മൂവ്മെന്റ്, സീലിയറി മൂവ്മെന്റ് ആൻഡ് മസ്കുലാർ മൂവ്മെന്റ്. അമീബോയ്ഡ്, ciliary movement and muscular movement. അപ്പൊ അമീബോയ്ഡ് എന്ന് പറഞ്ഞാല് ആ പേര് തന്നെ ഉണ്ട് അല്ലെ, അമീബയിലൊക്കെ കാണുന്ന മൂവ്മെന്റ്. അമീബയിൽ എങ്ങനെ കാണാം? ഈ ഒരു അമീബ ആണെങ്കിൽ ഈ അമീബയുടെ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് വിളിക്കുക അല്ലെ. എന്താ വിളിക്കുക? സ്യൂഡോപോഡിയ അഥവാ ഫാസ്റ്റ് ഫീറ്റ്. ഓക്കെ, അപ്പൊ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടുള്ള അത്തരം മൂവ്മെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അമീബോയ്ഡ് മൂവ്മെന്റ്. അത് കാണുക അമീബയിൽ തന്നെ. അടുത്തത് സീലിയറി മൂവ്മെന്റ്. സീലിയറി മൂവ്മെന്റ് പല ജീവികളിലും കാണും. സീലിയുള്ള എല്ലാ ജീവികളിലും സീലിയറി മൂവ്മെന്റ് ആണ് അല്ലെ. നമ്മുടെ പാരമീസിയം, ഓക്കെ, നമ്മുടെ ചില ബാക്ടീരിയാസിലൊക്കെ സീലിയ ഉണ്ട്. വളരെ കുഞ്ഞി ഹെയർ ഗ്രോത്ത്സ് ആണ് സീലിയകൾ. ഓക്കെ, അപ്പൊ സീലിയനെ കൊണ്ടുള്ള മൂവ്മെന്റിനാണ് സീലിയറി മൂവ്മെന്റ് എന്ന് പറയാം. ഈവൻ നമ്മുടെ ബോഡിയിൽ തന്നെ ചില ഓർഗൻസിന് സീലിയ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ചില ഓർഗൻസിന്റെ എപ്പിത്തീലിയത്തില് ആരുണ്ട്? സീലിയ ഉണ്ട്. ലൈക്ക് ഏതൊക്കെയാ സീലിയുള്ള നമ്മുടെ ബോഡിയിലുള്ള സ്ഥലം ഏതൊക്കെയാ? നമ്മുടെ ട്രക്കിയ അല്ലെ. നമ്മുടെ ട്രക്കിയയിലൂടെ നമ്മുടെ ആൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ട്രക്കിയയിലൂടെ ഫുഡിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സീലിയ വേണം. അപ്പൊ സീലിയാണ് ഫുഡിനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് അതേപോലെ നമ്മുടെ നമ്മുടെ ഓവോ ഇല്ലേ, പെൺകുട്ടികൾ കാണുന്ന ഓവറിൽ ഓവോ ഉണ്ടാക്കും അല്ലെ. സോ അണ്ടത്തിന് ഇവിടെ യൂട്രസിലേക്ക് എത്തണമെങ്കിൽ ആ ഫലോപ്പിയൻ ട്യൂബിന്റെ അവിടെ എന്ത് കാണുന്നുണ്ട്? സീലിയ ഉണ്ട്. അപ്പൊ ആ സീലിയാണ് അണ്ടത്തിനെ മൂവ് ചെയ്ത് യൂട്രസിലെത്തിക്കുക. ഓക്കെ, സോ ഇത്തരം മൂവ്മെന്റുകളൊക്കെ സീലിയ കാരണമുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ അതിനെയാണ് സീലിയറി മൂവ്മെന്റ് എന്ന് വിളിക്കാൻ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, മസ്കുലാർ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് യൂസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റിനെയാണ് എന്ത് പറയാ? മസ്കുലാർ മൂവ്മെന്റ്. സോ there are mainly 3 types of movements. അത് നമുക്ക് അമീബോയ്ഡും സീലിയറിയും ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഏതാ വേണ്ടത്? നമുക്ക് മസ്കുലാർ മൂവ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദ മെയിൻ 3 types of muscles. നമ്മുടെ ബോഡിയിൽ കാണുന്ന 3 ഇമ്പോർട്ടന്റ് മസിൽസ് ഏതൊക്കെയാ മക്കളെ? 3 മസിൽസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാ മസിൽസ് നമ്മുടെ ബോഡിയിൽ കാണുന്ന? യെസ്, സ്മൂത്ത് മസിൽ, then cardiac muscle and skeletal muscle. അല്ലെ. സ്മൂത്ത് മസിൽ ഓൾസോ നോൺ ആസ് വിസറൽ മസിൽ. അപ്പൊ നമ്മുടെ വിസറൽ ഓർഗൻസിനൊക്കെ കവർ ചെയ്തിട്ടുള്ള മസിലാണ് ആര്? സ്മൂത്ത് മസിൽ. ഓക്കെ, കാർഡിയാക് മസിൽ എന്ന് വെച്ചാൽ ഹാർട്ട് അല്ലെ. ഹാർട്ടിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ സഹായിക്കുന്ന, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മസിലാണ് ആര്? കാർഡിയാക് മസിൽ. Okay,
മസിൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ എന്താ പറയാ മൂവ്മെന്റിന് സ്കെലിട്ടൺ, നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ ഫ്രെയിം വർക്ക് ഇസ് മേഡ് അപ്പ് ഓഫ് സ്കെലിട്ടൺ അല്ലെ. സ്കെലിട്ടൺ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഷേപ്പും ഈ ഒരു സ്ട്രക്ചറും ഈ ഫ്രെയിം വർക്ക് മൊത്തം തന്നിരിക്കുന്ന സ്കെലിട്ടൺ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ സ്കെലിട്ടൽ സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്ത മസിൽസ് ആണ് ആര്? സ്കെലിറ്റൽ മസിൽ. ഓക്കെ, ഇവരുടെ മെയിൻ ജോലി എന്താ? മൂവ്മെന്റ് തന്നെയാണ് ജോലി. ഓക്കെ, അപ്പം ഈ 3 മസിൽസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് എന്താ, അപ്പം ഇവരുടെ ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കുറെ പോയിന്റ്സ് ഒക്കെ അതൊന്ന് കിട്ടും. അപ്പൊ സ്മൂത്ത് മസിൽസ് അഥവാ വിസറൽ മസിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണപ്പെടുന്ന അല്ലെ, ഇന്റേണൽ ഓർഗൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസ് ആണ് ആര്? സ്മൂത്ത് മസിൽസ്. അവരുടെയൊക്കെ മൂവ്മെന്റ്, അപ്പൊ ഫോർ എക്സാമ്പിൾ ഫുഡൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് മസിൽസ് ഹെൽപ്പ് ചെയ്യാൻ? ഫുഡൊക്കെ മൂവ് ചെയ്യാൻ സ്കെൽട്ടൽ മസിൽ ആണോ? ഒരിക്കലും അല്ല, ആരാ? സ്മൂത്ത് മസിൽ ആണ്. ഓക്കെ, അപ്പൊ സ്മൂത്ത് മസിലിനെ കാണാൻ ഏകദേശം ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നല്ല ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും. കാർഡിയാക് മസിൽ ആണെങ്കിൽ കുറച്ച് സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിരിക്കും. മക്കളെ, നിങ്ങൾ NCERT വായിച്ചിട്ട് മാത്രമേ ഈ ക്ലാസ് കേൾക്കാവുള്ളൂ. ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് പറയാം, കാരണം we have to cover all the topic അല്ലെ. ഫുൾ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും, നിങ്ങൾ NCERT നിർബന്ധമായിട്ടും വായിക്കാം. അപ്പൊ കാർഡിയാക് മസിൽ ആണെങ്കിൽ സിലിണ്ടറിക്കൽ, they are also cylindrical in shape and they are branched. Okay, and we can see some striations in between, right? Striations കാണാൻ പറ്റും. അപ്പൊ striated muscles ആണ് ആര്? Cardiac muscles. Okay, and what about skeletal muscle? They are also cylindrical in shape and അതിലും എന്ത് കാണുന്നുണ്ട് അല്ലെ? ഒരു ഡാർക്ക് ഏരിയയും ലൈറ്റ് ഏരിയയും കാണുന്നുണ്ട്. ഒരു ഡാർക്ക് ഏരിയയും ലൈറ്റ് ഏരിയയും കാണുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സ്ട്രൈറ്റഡ് മസിൽസ് എന്നാണ് വിളിക്കുക. സോ സ്കെലിറ്റൽ മസിൽ ആൻഡ് കാർഡിയാക് മസിൽ സ്ട്രൈറ്റഡ് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് നോൺ സ്ട്രൈറ്റഡ് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസിന് സ്ട്രയേഷൻസ് ഉണ്ടോ? ഇല്ല അല്ലെ, സ്ട്രയേഷൻസ് ആർ ആബ്സെന്റ്. ഇനി വാട്ട് അബൌട്ട് ദ ഷേപ്പ്? ഇത് സ്പിൻഡിൽ ഷേപ്പ് ആണ്. ഇത് സിലിണ്ടറിക്കൽ ആൻഡ് ബ്രാഞ്ചഡ് ആണ്. ഇവരോ? they are also cylindrical. Okay, ഇനി സ്മൂത്ത് മസിൽസ് ഞാൻ പറഞ്ഞു എന്തിനൊക്കെ? ഫുഡിന്റെ മൂവ്മെന്റിന്, എലിമെന്ററി കനാലൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പല നമ്മളെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മസിലാണ് സ്മൂത്ത് മസിൽസ്. കാർഡിയാക് മസിൽസ് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. സ്കെലിറ്റൽ മസിൽസോ നമ്മുടെ ലിംസ്, കൈയിന്റെയും കാലിന്റെയും ഒക്കെ മൂവ്മെന്റിന് സഹായിക്കുന്ന മസിലാണ് ആര്? സ്കെലിറ്റൽ മസിൽ. ഓക്കെ, അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ടുള്ള 3 types ഓഫ് മസിൽസ്. ഇനി നമുക്ക് മസിലിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മസിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് ഒരു മസിൽ. അപ്പൊ മസിലിന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു ഡയഗ്രം ഉണ്ട്, അത് നോക്കണം നിങ്ങൾ. ഓക്കെ, ഈ മസിലിൽ ഇഷ്ടം പോലെ, അപ്പൊ ഞാന് ഒരു മസിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു മസിൽ എടുത്തിട്ട് ഞാൻ ക്രോസ് സെക്ഷൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ക്രോസ് സെക്ഷൻ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു വട്ടം കിട്ടും അല്ലെ. യെസ്, ഈ വട്ടത്തില് കുറെ മസിൽ ബണ്ടിൽസുകളുണ്ട്. ആരുണ്ട്? മസിൽ ബണ്ടിൽസ്. ഓക്കെ, അപ്പൊ ഇത് ഒരു മസിൽ ബണ്ടിലാണ്, ഇത് വേറൊരു മസിൽ ബണ്ടിലാണ്, ഇത് വേറൊരു മസിൽ ബണ്ടിലാണ്. അപ്പൊ ഇങ്ങനെ കുറെ മസിൽ ബണ്ടിലുകൾ ചേർന്നതാണ് ഒരു മസിൽ. ഓക്കെ, അപ്പൊ ഒരു എൻ്റയർ മസിൽ എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ മസിലിന്റെ ബണ്ടിലുകൾ ഉണ്ട്. ഓക്കെ, ആ മസിലിന്റെ ഓരോ ബണ്ടിലിന്റെ ഉള്ളില് എഗെയിൻ എന്താ? മസിൽ ഫൈബേഴ്സ് ഉണ്ടാവും. എന്തുണ്ടാവും? ഫൈബേഴ്സ്. അപ്പൊ നിങ്ങളത് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കണം. ഒരു വലിയ മസിൽ, ആ മസിലിന്റെ ഉള്ളിൽ കുഞ്ഞു 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 മസിൽ ബണ്ടിൽസ്. ഓക്കെ, ഈ മസിൽ ഓരോ ബണ്ടിലുകളെ നമ്മൾ ഫെസിക്കിൾസ് എന്ന് വിളിക്കും. എന്താ വിളിക്കാം? ഫെസിക്കിൾസ്. ഓക്കെ, ആൻഡ് ഒരു ഫെസിക്കിളും മറ്റേ ഫെസിക്കിളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഫേഷ്യ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഫേഷ്യ ലെയർ കണക്റ്റഡ് ഈച്ചത് കണക്റ്റഡ് ആയിരിക്കും. ആ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഫേഷ്യ. ഓക്കെ, സോ ആൻഡ് ഈച്ച് ഫെസിക്കിൾ കണ്ടെയ്ൻസ് എന്ത് കാണാം? നമുക്ക് ഓരോ ഫെസിക്കിളിന്റെ ഉള്ളിലും മസിൽ ഫൈബേഴ്സിനെ കാണാം. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള, അപ്പൊ ഇത് മൊത്തത്തിലാണ് ഫെസിക്കിൾ അഥവാ മസിൽ ബണ്ടിൽ. ഓരോ മസിൽ ബണ്ടിലിന്റെ ഉള്ളില് നമുക്ക് ഇൻഡിവിജ്വൽ മസിൽ ഫൈബേഴ്സിനെ കാണാൻ പറ്റും. എന്താ പറ്റും? മസിൽ ഫൈബേഴ്സിനെ കാണാൻ പറ്റും. എഗെയിൻ
ഓരോ മസിൽ ഫൈബറിന്റെ ഉള്ളില് പാരലലി അറേഞ്ച്ഡ്. അപ്പൊ ഇതിന്റെ ഈ മസിൽ ഫൈബറിന്റെ അഗെയിൻ അതിന്റെ ഉള്ളില് പാരലലി അറേഞ്ച് എന്തുണ്ടാവും എന്ന് പറയുമ്പോ മയോ ഫൈബ്രിൽസ് ഉണ്ടാവും. എന്തുണ്ടാവും? മയോ ഫൈബ്രിൽസ് അഥവാ മയോ ഫിലമെന്റ്സ്. അപ്പൊ ഞാന് ഒരു മസിലിനെ ഇങ്ങനെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ മസിൽ ബണ്ടിൽ ഉണ്ടാവും. ഓരോന്നിനെ നമുക്ക് എന്ത് പറയാം? ഫെസിക്കിൾസ് എന്ന് പറയാം. ആ ഫെസിക്കിൾസ് കണക്ട് ചെയ്തിരിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഫേസിയ. ഓരോ മസിൽ ബണ്ടിലിന്റെ ഉള്ളില് എഗെയിൻ ആരെ കാണാം? മസിൽ ഫൈബേഴ്സിനെ കാണാം. ആരെ കാണാം? മസിൽ ഫൈബേഴ്സിനെ കാണാം. ഈ മസിൽ ഫൈബേഴ്സിന്റെ ഉള്ളിൽ എഗെയിൻ നമുക്ക് എന്തിനെ കാണാം? അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഓരോ എന്താ പറയാ നൂല് പോലെ ഓരോ ഇതിനിപ്പുറം ബാക്കോട്ടൊരു സ്ഥലം ഉണ്ടേ, അത് ഓർമ്മിക്കണം. യെസ്. സോ ഓരോ മസിൽ ഫൈബറിനുള്ളിലും മയോ ഫിലമെന്റ് അല്ലെങ്കിൽ മയോ ഫൈബ്രിൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി സോ ഇതാണ് പിന്നെ ഫെസിക്കിൾ, ഇതാണ് മസിൽ ഫൈബർ. മസിൽ ഫൈബറിനുള്ളില് മയോ ഫിലമെന്റ് ആണല്ലോ. യെസ്. ഈ മസിൽ ഫൈബറിന്റെ മെംബ്രെയിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. എന്താ വിളിക്കുക? സാർക്കോലെമ്മ. ഓക്കെ, ഇനി മസിൽ ഫൈബറിന് നമ്മൾ ഒരു സെല്ലിന്റെ മെംബ്രെയിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് മസിൽ ഫൈബർ ആണ് ആര്? സാർക്കോലെമ്മ. ഓക്കെ, ഇനി ഒരു സെല്ലിന്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. അപ്പൊ ഒരു മസിലിന്റെ ഉള്ളില് മസിൽ ഫൈബറിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് നമ്മൾ എന്ത് വിളിക്കും? സാർക്കോപ്ലാസം എന്ന് വിളിക്കും. സാർക്കോപ്ലാസം. ഇനി ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു സെൽ ഓർഗനാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതേപോലെ സാർക്കോപ്ലാസത്തിനുള്ളിലുള്ള ഒരു പിന്നെ കുറെ കാൽസ്യം അയോൺ റിച്ച് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് ആര്? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. ആരാ? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പൊ ഈ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് വെച്ചാൽ ദേ ആർ ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽസ്യം അയോൺസ്. ഈ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനുള്ളിൽ നിറച്ച് ആരാ ഉള്ളത്? കാൽസ്യം അയോൺസ് ആണ് ഉള്ളത്. നിറച്ച് കാൽസ്യം അയോൺസ്. ഓക്കെ, അപ്പൊ മസിൽ ഫൈബറിന്റെ മെംബ്രെയിൻ സാർക്കോലെമ്മ, സാർക്കോലെമ്മയുടെ ഉള്ളില് സാർക്കോപ്ലാസം, സാർക്കോപ്ലാസത്തിന്റെ ഉള്ളില് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം, സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഉള്ളിൽ ആരാ? നിറച്ച് ആരാ ഉള്ളത്? കാൽസ്യം അയോൺസ് ആണ് ഉള്ളത്. ഓക്കെ ഓക്കെ യെസ്. അപ്പം ഈ സാർക്കോപ്ലാസത്തിലാണ് നമ്മുടെ മയോ ഫിലമെന്റ്സ് അഥവാ മയോ ഫൈബ്രിൽസ് കാണപ്പെടുന്നത്. അണ്ടർസ്റ്റുഡ്? എനി ഡൗട്ട്? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു മസിൽ ഫൈബർ എടുത്താൽ, മസിൽ ഫൈബറിനെയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു തന്നത്. ഈ മസിൽ ഫൈബർ എടുത്താൽ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആരുണ്ട്? മയോ ഫിലമെന്റ്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയയും കാണാം, ലൈറ്റ് ആയിട്ടുള്ള ഏരിയയും കാണാം. ഈ ഡാർക്ക് ആയിട്ടുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എ ബാൻഡ്. എന്താ വിളിക്കാം? എ ബാൻഡ്. അപ്പൊ ഈ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഏരിയയാണ് നമ്മൾ സ്ട്രൈറ്റഡ് എന്ന് പറയുന്നത് അല്ലെ. യെസ്. ആൻഡ് ഈ ലൈറ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ ബാൻഡ്. എന്താ വിളിക്കാം? ഐ ബാൻഡ്. ആരാണ് ഈ എ ബാൻഡും ഐ ബാൻഡും? ഇത് മസിൽ ഫൈബർ അല്ലേ. മസിൽ ഫൈബറിന്റെ ഉള്ളിൽ ആരാണുള്ളത്? മയോ ഫൈബർ. ഓക്കെ, അപ്പൊ ഇവരാരാണ്? എ ബാൻഡും ഐ ബാൻഡിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മയോ ഫൈബ്രിൽസ് അല്ലെങ്കിൽ മയോ ഫിലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറച്ചും കൂടെ വൃത്തിയിൽ നമുക്ക് ഡയഗ്രാം വരയ്ക്കാനുണ്ട്. എ ബാൻഡിനെ പറ്റിയിട്ടും ഐ ബാൻഡിനെ പറ്റിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. നന്നായിട്ട് ഐഡിയ വേണം എ ബാൻഡ് എന്താ ഐ ബാൻഡ് എന്താന്നൊക്കെ. ഓക്കെ, സോ ഞാന് ഈ മസിൽ ഫൈബറിന്റെ ഉള്ളിലുള്ള ഈ എ ബാൻഡ് ഐ ബാൻഡും എന്തൊക്കെയാണെന്നാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ഈ ഇവരെ വിളിക്കുന്ന പേരാണ് നമ്മള് സെഡ് ലൈൻ. എന്താ വിളിക്കാം? സെഡ് ലൈൻ. ഈ സെഡ് ലൈനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് പ്രോട്ടീൻസ് കാണുന്നുണ്ട്. വളരെ റഫായിട്ടാണ് വരയ്ക്കുന്നത്.
നല്ല അടിപൊളി ഡയഗ്രം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സെഡ് ലൈൻ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ പ്രോട്ടീൻസിനെ ഇവർ വിളിക്കുന്ന പേരാണ് എന്ത്? They are eye band. Ara eye band. So this area is known as eye band. Adava light band. Eye band adava light band. Okay. ini ഓക്കെ. കുറച്ചൊരു തിക്കായിട്ട് കാണപ്പെടുന്ന ഈ സാധനമല്ലേ മക്കളെ? ഓക്കെ. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അത് ഐ ബാൻഡ് ആണ്. ഇത് ആരായിരിക്കും? എ ബാൻഡ്. ദിസ് ഈസ് എ ബാൻഡ്. സോ ഈ തിക്കായിട്ടുള്ള ഇതാണ് എ ബാൻഡ് അഥവാ തിക്ക് ബാൻഡ്. അല്ലെങ്കിൽ തിക് ഫിലമെന്റ്സ് എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അവരെന്തോ ഡാർക്ക് ബാൻഡ് എന്ന് വിളിക്കും. ഡാർക്ക് ബാൻഡ്. സോ ഐ ബാൻഡ് അല്ലെങ്കിൽ ലൈറ്റ് ബാൻഡ്, എ ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്. ഇനി ഈ എ ബാൻഡിന്റെ നടുവ് കൂടെ ഒരു ചെറിയൊരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനെ വിളിക്കുന്ന പേരാണ് എം ലൈൻ. എന്താ വിളിക്കുക? എം ലൈൻ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി ഇത് നമ്മുടെ ഐ ബാൻഡ് ആണ്. റൈറ്റ്? ഇതാണ് നമ്മുടെ ഐ ബാൻഡ്. ഇതാണ് നമ്മുടെ എ ബാൻഡ് ആണല്ലോ. ഈ ഐ ബാൻഡും എ ബാൻഡും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ. കൃത്യം നോക്കിക്കേ. ഈ ഓവർലാപ്പ് ചെയ്യാത്ത എ ബാൻഡിന്റെ ഏരിയ, എന്ന് വെച്ചാല് ഇത്ര ഏരിയ അല്ലേ വരിക? ഇത്ര ഏരിയ ഓവർലാപ്പ് ചെയ്തു പോയി അല്ലെ? ബാക്കിയുള്ള ഓവർലാപ്പ് ചെയ്യാത്ത എ ബാൻഡിന്റെ ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എച്ച് സോൺ. എന്താ വിളിക്കുക? എച്ച് സോൺ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയാണ് ഒരു സാർക്കോമിയർ എന്ന് വെച്ചാൽ. ആരാ? സാർക്കോമിയർ. വാട്ട് ഡു യു മീൻ ബൈ സാർക്കോമിയർ? രണ്ട് സെഡ് ലൈനിന്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാർക്കോമിയർ. സാർക്കോമിയർ is the functional unit of muscle contraction. മസിൽ കൺട്രാക്ഷന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ആര്? സാർക്കോമിയർ. അപ്പൊ ഓരോ മസിലിന്റെ ഉള്ളിലും ഇഷ്ടംപോലെ സാർക്കോമിയർ കാണുന്നുണ്ട്. ഇതേപോലെ ഇപ്പുറത്തും വേറെയും വരും. ഇവിടെയും ഇതേപോലെ ആരുണ്ട്? ബാൻഡുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാർക്കോമിയർ എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ ആണ് ആര്? സാർക്കോമിയർ. സാർക്കോമിയർ എന്ന് വെച്ചാൽ ഏതിന്റെ ഇടയിലുള്ള സ്പേസാ? രണ്ട് സെറ്റ് ലൈനുകളുടെ ഇടയിലുള്ള ഏരിയ ആണ് ആര്? സാർക്കോമിയർ. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ആ മസിൽ ഫൈബറിൽ സ്ട്രയേഷൻസ് ആയി കണ്ട സ്ഥലം. മസിൽ ഫൈബർ എങ്ങനെയല്ലായിരുന്നു ഉള്ളത്? ഓക്കെ. അവിടെ ഞാനിങ്ങനെ ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും കണ്ടില്ല. ഇതാണ് ഡാർക്ക്, ഇത് ലൈറ്റ്. ഈ ഡാർക്ക് ആരായിരുന്നു? ഈ ഡാർക്ക് ആണ് ആര്? എ ബാൻഡ്. സോ ഈ ഒരു ഏരിയ ആണ് എനിക്ക് ഡാർക്ക് ആയി കിട്ടിയത്. ഈ ഒരു സ്ട്രയേഷൻസ് ഇല്ലാത്ത ഈ ഒരു തിൻ ഫിലമെന്റ് ഉള്ള ഈ ഒരു എ ബാൻഡിനെയാണ് ഐ ബാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചേ? ലൈറ്റ് ബാൻഡ് എന്ന് വിളിച്ചത്. ഓക്കെ. സോ ഐ ബാൻഡ് ഉണ്ട്, എ ബാൻഡ് ഉണ്ട്. ഐ ബാൻഡ് ഓൾസോ നോൺ ആസ് ലൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ തിൻ ഫിലമെന്റ്സ് ആണ്. എ ബാൻഡ് ഓൾസോ നോൺ ആസ് ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ തിക് ഫിലമെന്റ്സ് ആണ്. ഓക്കെ. സോ ഈ ഐ ബാൻഡും എ ബാൻഡും ഒക്കെ കുറെ പ്രോട്ടീൻസിനെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആ പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ഓക്കെ. അപ്പൊ ഈ ഐ ബാൻഡ് എന്ന് വെച്ചാല് ഐ ഫോർ ഐസോട്രോപിക് ബാൻഡ് ആണ്. ഐ ഫോർ ഐസോട്രോപിക് ബാൻഡ് ആൻഡ് എ ഫോർ അനൈസോട്രോപിക് ബാൻഡ്. ഓക്കെ. സോ ബ്രാൻഡ് അല്ല, ബാൻഡ്. ഐസോട്രോപിക് ബാൻഡും അനൈസോട്രോപിക് ബാൻഡും. ഐസോട്രോപിക് അഥവാ ലൈറ്റ് ബാൻഡ്, അനൈസോട്രോപിക് അഥവാ ഡാർക്ക് ബാൻഡ്. അപ്പൊ ഞാനെന്തിനാ ഈ സാർക്കോമിയർ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ? നമുക്കറിയാം നമ്മുടെ ബോഡിയില് നമ്മുടെ മൂവ്മെന്റിന് സഹായിക്കുന്നത് നമ്മുടെ മസിൽസ് ആണ് അല്ലെ? സോ മസിൽസിൽ അൾട്ടിമേറ്റ്ലി ഈ സാർക്കോമിയർ എന്ന് വെച്ചാൽ ആ രണ്ട് സെഡ് ലൈനിന്റെ ഇടയിലുള്ള ആ ഒരു ഏരിയയാണ് നമ്മളെ മൂവ്മെന്റിന് സഹായിക്കുന്നത്. അതെങ്ങനെയാ പോസിബിൾ ആവാം? നമ്മളിപ്പോ ഒരു സ്പ്രിങ്, ഓക്കെ, സ്പ്രിങ് മൂവ് ചെയ്യുക എങ്ങനെയാ?
അല്ലെങ്കിൽ സ്പ്രിങ് നമ്മളിങ്ങനെ അമർത്തി പിടിക്കുന്ന വെച്ചോ. ഓക്കെ, സോ ഈ അമർത്തി പിടിക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്ന് ഒരു സ്പ്രിങ് അമർത്തി പിടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആണല്ലോ. സോ നമ്മൾ പെട്ടെന്ന് വിടുമ്പോ ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ്, ആ ഫോഴ്സ് കാരണമാണ് സ്പ്രിങ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് മസിൽ. ഓക്കെ, സോ ഈ സ്പ്രിങ്ങിനെ നിങ്ങൾ സാർക്കോമിയർ ആയിട്ട് കാണാം. എന്തായിട്ട് കാണാം? സാർക്കോമിയർ. സോ സാർക്കോമിയർ ആദ്യം ഇത്രയായിരുന്നു എന്ന് വെച്ചോ. സ്പ്രിങ് ആദ്യം ഇത്രയായിരുന്നു, പിന്നെ സ്പ്രിങ് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ കുറഞ്ഞു വന്നു. അതേപോലെ സാർക്കോമിയർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, സാർക്കോമിയറിന്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യാണ്, ഫോഴ്സ് ജനറേറ്റ് ചെയ്യാണ്. ആ ഫോഴ്സ് കാരണമാണ്, അല്ലെങ്കിൽ സ്പ്രിങ് ഉണ്ടാക്കുന്ന ആ ഫോഴ്സ് കാരണമാണ് പിന്നെ ആ സ്പ്രിങ് മൂവ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ വിടുമ്പോ അപ്പടങ്ങ് മൂവ് ചെയ്യുന്നത്. അതേപോലെ സാർക്കോമിയർ ഇങ്ങനെ കംപ്രസ് ആയി, ബിക്കോസ് ഓഫ് ദാറ്റ്, അതുകൊണ്ടാണ് മസിൽ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. നമുക്ക് കൈയും കാലൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതാണ് നമ്മുടെ സാർക്കോമിയർ. ഓക്കെ, ഇനി എന്താണ് ഈ ഐ ബാൻഡ്, എന്താണ് എ ബാൻഡ് നോക്കാം. ഞാൻ പറഞ്ഞു ഐ ബാൻഡ് അഥവാ ഐസോട്രോപിക് ബാൻഡ് ആണ്. ഓക്കെ, അഥവാ ലൈറ്റ് ബാൻഡ് ആണ്. ഓക്കെ, ദിസ് ഐ ബാൻഡ് ഇസ് മേഡ് അപ്പ് ഓഫ് proteins called actin. ആക്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചിട്ടാണ് എന്തിനുണ്ടാക്കിയിരിക്കുന്നത്? ഐ ബാൻഡുകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എ ബാൻഡ് എന്തായിരിക്കും? A band is made up of protein called myosin. ആരാ? myosin. Okay, so actin. അപ്പൊ ഒരിക്കലും A band, A for actin ഒന്നും വിചാരിക്കരുത്. A for അനൈസോട്രോപിക് ആണ്. ഓക്കെ, അനൈസോട്രോപിക് ബാൻഡ് ഉണ്ടാക്കിയത് മയോസിൻ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഐ ബാൻഡ് ഉണ്ടാക്കിയത് ആക്ടിൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ആക്ടിന്റെ മയോസിന്റെ ഒക്കെ സ്ട്രക്ചർ വൃത്തിയിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളൊരു ഐ ബാൻഡ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഐ ബാൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ വളരെ ഒരു റഫ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് ഒരു പോളിമറൈസ്ഡ് ആയിട്ടുള്ള രണ്ട് ഫിലമെന്റസ് ആക്ടിൻസ്, എന്താന്ന് വിളിക്കാം? ഫിലമെന്റസ് ആക്ടിൻസ്. സോ ഇതൊരു ഫിലമെന്റസ് ആക്ടിൻ ആണ്, ഇതൊരു ഫിലമെന്റസ് ആക്ടിൻ അഥവാ എഫ് ആക്ടിൻ ആണ്. സോ രണ്ട് എഫ് ആക്ടിൻ ചേർന്നതാണ് ഒരു ഐ ബാൻഡ്. എത്ര എഫ് ആക്ടിൻ? രണ്ട് എഫ് ആക്ടിൻ. സോ ഇതിനെ മൊത്തത്തില് ഇങ്ങനെ ഒന്ന്, ഓക്കെ, ഇങ്ങനെ ഒന്ന്. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഉള്ളത്. ഞാൻ വരച്ചപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നിങ്ങൾ ക്ഷമിക്കുക. വാട്ടെവർ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ രണ്ട് എഫ് ആക്ടിൻസ്. അപ്പൊ ഈ ഓരോന്നിനെയാണ് നമ്മൾ എഫ് ആക്ടിൻസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? എഫ് ആക്ടിൻസ്. ഓരോ എഫ് ആക്ടിനെ ഉണ്ടാക്കിയ ഈ ഓരോ ഉണ്ടകളിലെയും ഈ ഉണ്ടകളെ വിളിക്കുന്ന പേരാണ് ജി ആക്ടിൻ അഥവാ ഗ്ലോബുലാർ ആക്ടിൻ. അപ്പൊ കുറെ ജി ആക്ടിൻ ചേർന്നിട്ടാണ് ഒരു എഫ് ആക്ടിൻ ഉണ്ടാകുന്നത്. അങ്ങനത്തെ രണ്ട് എഫ് ആക്ടിൻസ് ഒരു ഐ ബാൻഡിലുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് വേറെ ഒരു പ്രോട്ടീൻസ് ആണ്. ഇങ്ങനെ രണ്ട് വേറെയും ഒരു ചെയിൻ ഉണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് നമ്മള് ട്രോപ്പോമയോസിൻ. എന്താ വിളിക്കുക? ട്രോപ്പോമയോസിൻ. അപ്പൊ എത്ര ട്രോപ്പോമയോസിൻ ഉണ്ട്? രണ്ട് ട്രോപ്പോമയോസിൻ. എത്രയാ? രണ്ട് ട്രോപ്പോമയോസിൻ. ഓക്കെ, ഈ ട്രോപ്പോമയോസിന്റെ അവിടെ എവിടെയൊക്കെ ഒരു പ്രോട്ടീനെ കാണാം. ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോണിൻ. എന്താ വിളിക്കുക? ട്രോപ്പോണിൻ. റെസ്റ്റിംഗ് ഫേസിൽ എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഒന്നും നടക്കാത്ത ഫേസില് സാർക്കോമിയർ ഇങ്ങനെ ഉണ്ടാവുക, അഥവാ നമ്മുടെ സ്പ്രിങ് ഇങ്ങനെ ഉണ്ടാവുക. മൂവ്മെന്റ് നടക്കുന്നതിന് മുന്നെയാണ് സാർക്കോമിയർ എന്താകുന്നത്? കൺട്രാക്ട് ആകുന്നത് അല്ലെ? സ്പ്രിങ് കോൺട്രാക്ട് ആകുന്നത്. ഓക്കെ, അപ്പോഴല്ലേ ഫോഴ്സ് ഉണ്ടാകുന്നത്. അതേപോലെ റെസ്റ്റിംഗ് ഫേസിൽ എന്ന് വെച്ചാൽ ഒരു മൂവ്മെന്റും ഇല്ല, ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കുക, എവിടെയും മൂവ്മെന്റ് നടക്കുന്നില്ല. ആ ടൈമില് ഈ ട്രോപ്പോണിൻ ബൈൻഡഡ് ഇൻ ടു, സോ ഇത് നമ്മുടെ ഐ ബാൻഡ് അല്ലേ? ഐ ബാൻഡ് എന്ന് വെച്ചാൽ ആക്ടിൻ. ഓക്കെ, ഈ ആക്ടിന്റെ ഇവിടെയാണ് ഞാൻ ട്രോപ്പോണിനെ വെച്ചത്. ഈ ട്രോപ്പോണിൻ ആക്ച്വലി എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ട്രോപ്പോണിൻ ഈ ഒരു സൈറ്റിനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതാ സൈറ്റ്? മയോസിൻ ബൈൻഡിങ് സൈറ്റ്. ആരെ? മയോസിൻ ബൈൻഡിങ് സൈറ്റ്. മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ
മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആര്? നമ്മുടെ ട്രോപ്പോണിൻ. അണ്ടർസ്റ്റുഡ്? എപ്പോ? റെസ്റ്റിംഗ് ഫേസിൽ. ഓക്കെ ഓക്കെ. സോ റെസ്റ്റിംഗ് ഫേസിൽ ട്രോപ്പോണിൻ മയോസിൻ ബൈൻഡിങ് സൈറ്റിലാണുള്ളത്. അപ്പൊ ട്രോപ്പോണിൻ ഇങ്ങ് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റ് ഉണ്ടോ? വിസിബിളോ? ട്രോപ്പോണിൻ മാറിക്കഴിഞ്ഞാൽ. ഓക്കെ. സോ കൺട്രാക്ഷൻസിന്റെ സമയത്തൊക്കെ ട്രോപ്പോണിൻ ഈ സൈറ്റിൽ ഉണ്ടാവില്ല. കാരണം ആ സൈറ്റിൽ ആര് ബൈൻഡ് ചെയ്യണം? മയോസിൻ ബൈൻഡ് ചെയ്യണം. അതിന് മുന്നേ റെസ്റ്റിംഗ് ഫേസിലായിരിക്കും ട്രോപ്പോണിൻ അതിന്റെ മുകളിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ആരുള്ളത്? ആര്? ഐ ബാൻഡ്. അപ്പൊ ഐ ബാൻഡിൽ ആരൊക്കെയുള്ളത്? 2 എഫാക്റ്റീവ്സ് ഉണ്ട്, ട്രോപ്പോമയോസിൻസ് ഉണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്. ഓക്കെ. ഇനി മയോസിൻ അഥവാ എ ബാൻഡ്. എ ബാൻഡ് എടുക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ ഇതിന്റെ നല്ല പിക്ചർ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഞാൻ പിക്ചറിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്, അതുകൊണ്ടാണ് സോറി. സോ ഇതാണ് എ ബാൻഡ്. ഓക്കെ. എ ബാൻഡ് എന്ന് വെച്ചാൽ മയോസിൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് ഓരോ മയോസിന്റെ ഈ ഓരോ മോണോമേഴ്സിനെ നമ്മൾ മിറോ മയോസിൻ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? മെറോ മയോസിൻ. അപ്പൊ ഈ ഒന്നിനെ മൊത്തത്തിലെ നമ്മൾ മെറോമയോസിൻ എന്ന് വിളിക്കും. മെറോമയോസിന് 2 ഭാഗമുണ്ട്. ഒരു ഹെഡ് പാർട്ടും ഉണ്ട്, ഒരു ടെയിൽ പാർട്ടും ഉണ്ട് അല്ലെ? ഓക്കെ. ഒരു ഹെഡ് പാർട്ടും ഉണ്ട്, ടെയിൽ പാർട്ടും ഉണ്ട്. ഹെഡിനെ നമ്മൾ ഹെവി മെറോമയോസിൻ എന്നും ടെയിലിനെ നമ്മൾ ലൈറ്റ് മെറോമയോസിൻ എന്നും വിളിക്കും. എന്താ? ഹെവി മെറോമയോസിനും ലൈറ്റ് മെറോമയോസിനും. സോ ഈ മയോസിനിലും ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. ഈ സൈറ്റ് വെച്ചിട്ടാണ് ആക്ടിനുമായിട്ട് ബൈൻഡ് ചെയ്യുക. പിന്നെ ഇവിടെ ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. സോ 2 ബൈൻഡിങ് സൈറ്റുകളുണ്ട്. മയോസിൻ ബൈൻഡിങ് ആക്ടിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഓക്കെ. യെസ്. അപ്പൊ ഇതാണ് ആര്? നമ്മുടെ എ ബാൻഡ്. സോ ഇതാണ് തിക് ഫിലമെന്റ് അഥവാ എ ബാൻഡ് അഥവാ അനൈസോട്രോപിക് ബാൻഡ് അഥവാ ഡാർക്ക് ബാൻഡ് which is made up of myosin filaments. ഇത് ഐ ബാൻഡ് അഥവാ ഐസോട്രോപിക് ബാൻഡ് അഥവാ ലൈറ്റ് ബാൻഡ് അഥവാ തിൻ ഫിലമെന്റ് അഥവാ ആക്ടിൻ ബാൻഡ്. ഓക്കെ. യെസ്. അപ്പം മെറോമയോസിൻ ആണ് മോണോമേഴ്സിന്റെ പേര്. ഇവിടെ മോണോമേഴ്സ് ആരാ? ഗ്ലോബുലാർ ആക്ടിൻ അല്ലെ? ഗ്ലോബുലാർ ആക്ടിൻ ആണ്. ഓക്കെ. മെറോമയോസിൻ ഹെവിയും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ഹെവി എന്ന് വെച്ചാൽ ഈ ഹെഡ് ഭാഗവും ഈ ഒരു നെക്ക് പാർട്ട് ഇല്ലേ മക്കളെ, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ആര്? ഹെവി മെറോമയോസിൻ. ഓക്കെ. ആൻഡ് ലൈറ്റ് മെറോമയോസിനോ? ആ ടെയിൽ പാർട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ലൈറ്റ് മെറോമയോസിൻ. ഓക്കെ. ഈ ഹെഡ് ഭാഗം എപ്പോഴും ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. അതിനെ നമ്മള് കുറച്ചൊരു ആംഗിളിലാണ് അതിനെ കാണുക. അതിനാണ് ക്രോസ് ആം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ക്രോസ് ആം. കുറച്ചൊരു ആംഗിൾ ചെയ്ത് കുറച്ചൊരു പ്രൊജക്ട് ചെയ്തിട്ടല്ലേ ഹെഡ് കാണുന്നത്. അതിന് നമ്മള് ഹെവി മെറോമയോസിൻ കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ടാണ് കാണുക. അതിനാണ് നമ്മൾ ക്രോസ് ആം എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ അത്രയൊക്കെയാണ് എ ബാൻഡും ഐ ബാൻഡും. അടുത്ത നമുക്ക് പഠിക്കാനുള്ള സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിനെ പറ്റിയിട്ടാണ്, അഥവാ തിയറി ഓഫ് മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷൻ ആ തിയറി അല്ലെ? എന്താണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയ്ക്കൻഡ് തരാൻ നോക്കുക. ഇത് ഞാൻ തരാൻ നോക്കുക, ഷെയ്ക്കൻഡ് തരാൻ നോക്കുക. അപ്പൊ ഷെയ്ക്കൻഡ് തരണം എന്ന് എന്റെ മനസ്സിൽ ഞാൻ കരുതണം അല്ലെ? അപ്പോഴാണ് എന്റെ കൈ മുന്നോട്ട് വന്നിട്ട് നിങ്ങളെ ഷെയ്ക്കൻഡിന് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലെ? ഓക്കെ. സോ ഞാൻ ചിന്തിക്കുന്നത് തൊട്ട് ഷെയ്ക്കൻഡ് തരുന്നത് വരെയുള്ള മൊത്തത്തില് ഇതിനെയാണ് എന്ത് വിളിക്കുക? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അപ്പൊ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആദ്യം എന്റെ CNS സിഗ്നൽ സെൻഡ് ചെയ്യും. എങ്ങോട്ടേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യും? CNS എന്ന് വെച്ചാല് സിഗ്നൽ സെൻഡ് ചെയ്തതിലൂട്ടിയ ന്യൂറോൺ വഴി അല്ലെ? മോട്ടോർ ന്യൂറോൺ വഴിയാണ് സിഗ്നൽ സെൻഡ് ചെയ്യുക. അറിയാമോ നിങ്ങൾക്ക്? ആ ന്യൂറോൺ എവിടെ എത്തും? അവിടെ വന്നിട്ട് എന്റെ മസിലിനോട് പറയണം അല്ലെ? എന്റെ മസിലിനോട് പറയണം എന്ത്? ഇതാരാന്നറിയാം? ഞാനാണ് കേട്ടോ. എന്തോരോ കാഴ്ചയുണ്ട്, നല്ലതാരല്ല. ഇതാണ് എന്റെ ബ്രെയിന്.
CNS സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. ആരൊക്കെ സെൻഡ് ചെയ്യാ? ഷെയ്ക്കൻഡ് കൊടുക്കുക വെച്ചാൽ എന്റെ കയ്യിലേക്കല്ലേ സെൻഡ് ചെയ്യേണ്ടത് അല്ല, എന്റെ കയ്യിലോട്ടേക്കാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ CNS എന്റെ കൈയിന്റെ ഇവിടുത്തെ മസിലിന്റെ ഇങ്ങോട്ടേക്ക് CNS സിഗ്നൽ സെൻഡ് ചെയ്തു. ഓക്കെ. സോ ന്യൂറോൺ വഴിയാണ് സെൻഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം ആ ന്യൂറോണിന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ആ മസിലിന്റെ അറ്റത്തുള്ള ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ന്യൂറോണിന്റെയും മസിലിന്റെയും ആ ഒരു ജംഗ്ഷൻ ഇല്ലേ, ഓക്കെ, അതിനാണ് നമ്മൾ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയാം. ഓക്കെ, മോട്ടോർ സിഗ്നൽ എത്തുന്ന സ്ഥലം. ഓക്കെ, അങ്ങനെ CNS. അപ്പൊ നമ്മള് ഇപ്പൊ അങ്ങനെ പറയാണ്, ഇതാണ് CNS. നിങ്ങൾക്കറിയാം ന്യൂറോൺ വഴി സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് എന്റെ മസിൽ കേട്ടാ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയാ, ലാസ്റ്റ് സ്ഥലം. ഈ ജംഗ്ഷനാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയാ. ഓക്കെ, അപ്പൊ സിഗ്നൽ നിങ്ങൾക്കറിയാം, സിഗ്നൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് അസറ്റൈൽ കോളൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ജംഗ്ഷനിലോട്ടേക്ക്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലോട്ടേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നതെല്ലാം നമ്മൾ പഠിച്ചാണ്. അങ്ങനെ അസറ്റൈൽ കോളൈൻ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് മസിലിന് മസിലിന് മനസ്സിലാവും അവിടെ എന്ത് റിലീസ് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സിഗ്നൽ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ മനസ്സിലാവുന്ന സമയത്ത് മസിലിന് എന്ത് ജനറേറ്റ് ചെയ്യും മക്കളെ? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഇനിയാണ് മസിലിന്റെ ഉള്ളിലുള്ള പരിപാടി നടക്കുക. സോ നിങ്ങൾക്കറിയാം മസിലിന്റെ ഉള്ളിൽ ഫാസിക്കിൾ, മസിൽ ഫൈബർ, മയോഫൈബ്രൽ, സേഫ് ബാൻഡ്, ഐഡൻ ഇതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവം നടത്താൻ നോക്കാം. ആക്ഷൻ പൊട്ടൻഷ്യൽ റിലീസ് ചെയ്ത ഉടനെ നമുക്കറിയാം ഇതാണ് എന്റെ മസിൽ ഫൈബർ. മസിൽ ഫൈബറിന്റെ ഉള്ളിൽ ആരുണ്ട്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിൽ നിറച്ച് കാൽസ്യം അയോൺസ് ഉണ്ട്. അണ്ടർസ്റ്റുഡ്? ഈ കാൽസ്യം അയോൺസ് നേരെ പോയിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് കാൽസ്യം അയോൺസ് സാർക്കോപ്ലാസത്തിലോട്ടേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഈ കാൽസ്യം അയോൺ നേരെ പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൈൻഡിങ് സൈറ്റ് വിസിബിൾ ആവുമല്ലോ. ഏത് ബൈൻഡിങ് സൈറ്റ്? മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള ആ സൈറ്റ് വിസിബിൾ ആവും. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഇതാണ് ATP ബൈൻഡിങ് സൈറ്റ്, ഇത് ആക്ടിൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, യെസ്. ഇനി ഇതാണ് ആക്ടിൻ എന്ന് വെച്ചോ. സോ ആക്ടിന്റെ ഈ ഒരു ഭാഗത്തായിരുന്നു ട്രോപ്പോണിൻ ബൈൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ട്രോപ്പോണിനുമായിട്ട്, ഇതാണ് നമ്മുടെ ട്രോപ്പോണിൻ എങ്കിൽ ട്രോപ്പോണിനുമായിട്ട് ആര് ബൈൻഡ് ചെയ്യും? കാൽസ്യം അങ്ങ് ബൈൻഡ് ചെയ്യും. അപ്പൊ ട്രോപ്പോണിൻ ഇവിടെ നിന്ന് പോകും. അപ്പം ഈ ഒരു സൈറ്റ് വിസിബിൾ ആവും. ഓക്കെ, ഈ സൈറ്റ് വിസിബിൾ ആവും. ഇനി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ATP ബൈൻഡിങ് സൈറ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ ATPയുടെ ഹൈഡ്രോളിസിസ് നടക്കും. ATPയുടെ ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ എന്താ? ATP സ്പ്ലിറ്റ് ചെയ്തിട്ട് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഓക്കെ, സോ ATP ഹൈഡ്രോളിസിസ് ഇവിടെ നടക്കും. ATP ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഒബ്വിയസ്ലി എനർജി റിലീസ് ചെയ്യും. ബൈ യൂസിങ് ദാറ്റ് എനർജി നമ്മുടെ മയോസിന്റെ ഹെഡും ആക്ടിന്റെ സൈറ്റും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ക്രോസ് ബ്രിഡ്ജ്. അപ്പൊ ഇതാണ് എന്റെ ആക്ടിൻ, ഇതാണ് മയോസിൻ വെച്ച്. ഓക്കെ, ആദ്യം ട്രോപ്പോണിൻ എവിടെയായിരുന്നുള്ളത്? ട്രോപ്പോണിൻ അങ്ങ് പോയി. അപ്പൊ ഈ സൈറ്റ് ഇതായി. ATP ഹൈഡ്രോളിസിസ് നടത്തു, എനർജി വന്നു, എന്ത് ഫോം ചെയ്തു? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ഓക്കെ, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സോ ATP ഹൈഡ്രോളൈസിസ് കഴിഞ്ഞിട്ടുള്ള ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഈ ഹെഡിലാണ് ഉള്ളത്. ഇനി ADP ഇവിടെ നമുക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് നമുക്ക് പോകും. നമുക്കറിയാം നമ്മുടെ തലയിൽ എന്തെങ്കിലും വെയിറ്റ് ഭയങ്കരമായിട്ടുണ്ടെന്ന് വെച്ചാൽ വലിയ കല്ല് എടുത്ത് വെച്ച്
കല്ല് തലേന്ന് മാറുമ്പോ നമ്മുടെ തലയൊന്നും അങ്ങോട്ടും മൂവ് ചെയ്യത്തില്ലേ? ഇതേപോലെ മയോസിൻ ഹെഡിൽ നിന്ന് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും പോകുന്ന സമയത്ത് മയോസിൻ ഹെഡ് കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ആക്ടിൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. എഗെയിൻ എന്ത് സംഭവിക്കും? ATP വരും, ATP ഹൈഡ്രോളിസിസ് നടക്കും, എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചിട്ട് അടുത്ത ബൈൻഡിങ് സൈറ്റുമായിട്ട് ആര് ബൈൻഡ് ചെയ്യും? നമ്മുടെ മയോസിൻ പിന്നെയും ആക്ടിൻ ബൈൻഡിങ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇവിടെ ക്രോസ് ബ്രിഡ്ജ് പിന്നെയും പോവുകയും ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും പോകുന്ന സമയത്ത് എഗെയിൻ മുന്നോട്ട് മൂവ് ചെയ്ത് നമ്മുടെ സ്പ്രിങ് ഇങ്ങനെ ചെറുതായി വരികയാണ്. സ്പ്രിങ് ഇങ്ങനെ ചെറുതായി വരുമ്പോഴാണ് അവിടെ എന്ത് ഫോഴ്സ് ജനറേറ്റ് ചെയ്തത് അല്ലെ? സോ ഇതേപോലെ സാർക്കോമിയറിന്റെ വിത്ത് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. സോ സാർക്കോമിയറിന്റെ വിത്ത് കുറഞ്ഞു വരുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുക. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെറ്റ് ലൈൻ ഇല്ലേ, 2 സെറ്റ് ലൈൻ. ഓക്കെ, സെറ്റ് ലൈൻ ഇങ്ങനെ പോവാണ്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെയാണ് സെറ്റ് ലൈൻ എന്ന് വെച്ചോ, ഇവിടെയാണ് സെറ്റ് ലൈൻ. ആലോചിക്കണേ, ഇവിടെ 2 സെറ്റ് ലൈൻ. സെറ്റ് ലൈനിന്റെ മുകളിലാണ് നമ്മുടെ ആരുള്ളത്? തിൻ ബാൻഡ് ഉള്ളത്, ആക്ടിൻ ഉള്ളത്. ഓക്കെ, ഇവിടെയാണ് മയോസിൻ ഉള്ളത്. സോ മയോസിൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഇങ്ങനെ പോകുമ്പോൾ സെറ്റ് ലൈൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. കണ്ടോ? സോ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? സാർക്കോമിയറിന്റെ വിത്ത് വല്ലാതെ കുറയും. ഓക്കെ, സോ സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ്സ് ഓവർ തിക് ഫിലമെന്റ്സ്. തിൻ ഫിലമെന്റ് തിക് ഫിലമെന്റ് മുകളിലൂടെ സ്ലൈഡ് ചെയ്യുന്നു. അപ്പൊ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും, അവസാനം മൂവ്മെന്റ് ഉണ്ട്. ഇതാണ് എന്ത്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇത് എപ്പോഴാണ് നിൽക്കുക? എപ്പോഴാണോ നമ്മുടെ കാൽസ്യം തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ കയറുന്നത്. കാൽസ്യം തിരിച്ച് കയറിയ ട്രോപ്പോണിയം ഫ്രീ ആവും അല്ലെ? കാൽസ്യം ട്രോപ്പോണിയം ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ട്രോപ്പോണിയം വന്ന് നേരെ എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? നമ്മുടെ ഈ ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവർക്ക് പിന്നെ ബൈൻഡ് ചെയ്യാൻ സ്ഥലം ഉണ്ടോ? ഇല്ല, ഇവിടെ ട്രോപ്പോണിനാണ്. ഓക്കെ, സോ ദിസ് ഇസ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് സംതിങ്. നമുക്ക് ഇത് റിവിഷൻ ആയതുകൊണ്ട് ഇത്ര സ്പീഡിലൊക്കെ പറയണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പം ഇതാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്കെലറ്റൽ സിസ്റ്റം ആണ്. സ്കെലറ്റൽ സിസ്റ്റം നമുക്കറിയാം, നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് ആൻഡ് കാർട്ടിലേജസ് അല്ലെ? ആരൊക്കെ ഉള്ളത്? മെയിൻ ആയിട്ട് ബോൺസും കാർട്ടിലേജും ആണുള്ളത്. ബോൺസും കാർട്ടിലേജും കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ എന്ന് വെച്ചാൽ ഒരു നോൺ ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ? കാർട്ടിലേജ് എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാർട്ടിലേജ് എവിടെയൊക്കെ കാണാം? ഇവിടെ കാണാം. ഓക്കെ, ചില ബോണുകളുടെ ഒക്കെ എന്താ പറയാ ഔട്ടർ ലെയറിലൊക്കെ കാർട്ടിലേജ് കാണാം. ഓക്കെ, സോ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോണുകളാണ് ഉള്ളത്? കാർട്ടിലേജിനെ പറ്റി നമുക്ക് പഠിക്കാനൊന്നുമില്ല. എത്ര ബോണുകളാണ് ഉള്ളത് സ്കെലറ്റൽ സിസ്റ്റത്തില്? 206. ഏതാ? എത്രയാ? 206. അപ്പൊ സ്കെലറ്റൽ സിസ്റ്റത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ആക്സിയൽ സ്കെലറ്റണും അപ്പെൻഡിക്കുലർ സ്കെലറ്റണും. ആക്സിയൽ സ്കെലറ്റൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ആക്സസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബോൺസുകളാണ് ആക്സിയൽ സ്കെലറ്റനില്. അപ്പെൻഡിക്കുലർ എന്ന് വെച്ചാല് നമ്മുടെ ലിംസുകൾ, കൈയും കാലും ഇതൊക്കെ ചേർന്ന് പിന്നെ സ്കെലറ്റൻ ആണ് അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ. അപ്പൊ ആക്സിയൽ സ്കെലറ്റനിൽ മെയിൻ ആയിട്ട് ആരൊക്കെയല്ല? നിങ്ങൾ ആക്സിസ് ഒന്ന് ചിന്തിച്ചു ചോദിക്കേ. മെയിൻ ആയിട്ട് സ്കള്ള്, രണ്ടാമത്തത് വെർട്ടിബ്രൽ കോളം, മൂന്നാമത്തത് സ്റ്റേർണം, നാലാമത്തത് റിബ്സ്. ഇത്ര ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ആക്സിയൽ സ്കെലറ്റനിലുള്ളത്. ഓക്കെ, സോ ആക്സിയൽ സ്കെലറ്റൻ ടോട്ടല് എത്ര ബോൺ ഉണ്ടെന്ന് അറിയാമോ? 80 ആൾക്കാരുണ്ട്. 80 ബോണുകളുണ്ട്. സ്കള്ളിൽ ആരൊക്കെയുള്ളത്? നമ്മളെ തല സ്കള്ളിൽ ആരൊക്കെയുള്ളത്? ക്രേനിയം ഉണ്ട്, ഫേസ് ഉണ്ട്, ഹയോയിഡ് ബോൺ ഉണ്ട്, ഇയറോസിക്കൽസ് ഉണ്ട്. ഓക്കെ, ക്രേനിയത്തില് 8 ബോണാണുള്ളത്. ഫേസിൽ 14 ബോൺ. ഹയോയിഡ് ബോൺ എന്ന് വെച്ചാൽ 1 ബോൺ എന്ന് വെച്ചാൽ നമ്മുടെ ടങ്ങിന്റെ താഴെ, ഓക്കെ, ബേസ് ഓഫ് ദ ടങ്ങിന്റെ താഴെ കാണുന്ന ഒരു കുഞ്ഞി
ബോണാണ് ആര്? ഹയോയിഡ് ബോൺ. അങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു സിംഗിൾ ബോൺ, യു ഷേപ്ഡ് ബോണാണ് ഹയോയിഡ് ബോൺ. ഇയർ ഓസിക്കൽ നിങ്ങൾക്കറിയാം, മാലിയസ് ഇൻകസ്റ്റേറ്റസ്. മാലിയസ് ഇൻകസ്റ്റേറ്റസ് എത്ര ഉണ്ട്? 6. 6 1 7 7 14 21 29 ബോണാണ് എവിടെയുള്ളത്? സ്കള്ളിലുള്ളത്. ഓക്കെ. ഇനി വെർട്ടിബ്രൽ കോളത്തില് എത്ര ബോൺസ് ഉള്ളത്? വെർട്ടിബ്രൽ കോളത്തില് നോക്കാം. സ്റ്റേണം 1, റിബ്സ് 12 പേരാണ്, എന്നിട്ട് 24. ഓക്കെ ഓക്കെ യെസ്. അപ്പം എത്രയാണ് മക്കളെ? 25 29 54, ബാക്കി 26 എണ്ണാണ് എവിടെയുള്ളത്? വെർട്ടിബ്രൽ കോളത്തിലുള്ളത്. ഓക്കെ, ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇനി അപ്പെൻഡിക്കുലർ സ്കെലട്ടനില് ഗേർഡിൽസും ഉണ്ട്, നമ്മുടെ മറ്റേ സാധനങ്ങള് ലിംസ് ഉണ്ട് അല്ലെ. ഗേർഡിൽസ് എത്ര എണ്ണൊക്കെയല്ല? പെക്ടോറൽ ഗേർഡിൽസും ഉണ്ട്, പെൽവിക് ഗേർഡിലും ഉണ്ട്. പെക്ടോറൽ 4 എണ്ണം, പെൽവിക് 2 എണ്ണം. ഓക്കെ. ലിംബുകൾ, ലിംസുകൾ എത്ര എണ്ണം? ഒരു കയ്യില് 30 30 30 30, ടോട്ടൽ 120 എണ്ണം. 126 എണ്ണം അപ്പെൻഡിക്കുലർ സ്കെലട്ടൻ. ആക്സിയൽ സ്കെലട്ടൻ 80 എണ്ണം, ടോട്ടൽ 206 എണ്ണം. ഓക്കെ. അപ്പൊ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിൽ ആരൊക്കെയാണ് നോക്കണം. ആദ്യം സ്കള്ള്, സ്കള്ളിലത് ക്രേനിയം, അതാണ് ക്രേനിയൽ ബോൺസ്. ക്രേനിയൽ ബോൺസ് ആരൊക്കെയാ മക്കളെ? തലയിലുള്ള. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞു? ഇവിടെയല്ല. ഇതാണ് ഫേഷ്യൽ ബോൺ. ഒരു ഫേഷ്യൽ ബോൺ ഉണ്ട്, 2 പറൈറ്റൽ ബോൺ ഉണ്ട്, ചെവിന്റെ അടുത്തുള്ള 2 ടെമ്പറൽ ബോൺസ്, ബാക്കില് ഒരു ഓക്സിപിറ്റൽ ബോൺ, പിന്നെ ഉള്ളില് സ്ഫിനോയിഡ് ബോണും എത്മോയിഡ് ബോണും. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. പിക്ചേഴ്സ് എടുത്ത് നോക്കണം. പിക്ചേഴ്സ് എടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പൊ ഫേഷ്യൽ ബോൺ 2. നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായും പേരുകൾ പഠിക്കണം. ഓക്കെ. അപ്പൊ ഒരു ഫേഷ്യൽ ബോൺ, 2 പെറൈറ്റൽ ബോൺ, ചെവിന്റെ അടുത്തുള്ള 2 ബോണ്, 2 ടെമ്പറൽ ബോൺ, ബാക്കിലുള്ളത് ഓക്സിപിറ്റൽ ബോൺ, പിന്നെ ഉള്ളിൽ എഥമോയിഡും സ്ഫിനോയിഡും, ടോട്ടൽ 8 എണ്ണം. ഓക്കെ. ഇനി ഫേസിലുള്ള ബോണുകൾ ഏതൊക്കെയാ? ഫേസിലുള്ളത് ലാക്രമൽ ബോൺ, നേസൽ ബോൺ, ഇൻഫീരിയർ നാസൽ കോങ്കേ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പേര് മാത്രം പറയാം അല്ല. ഇൻഫീരിയർ നാസൽ കോങ്കേ, പിന്നെ മാക്സില്ല, മാൻഡിബിൾ. മാക്സില്ല എന്ന് വെച്ചാൽ നമ്മളെ മുകളിലത്തെ പല്ലുള്ള ആ ബോണാണ് മാക്സില്ല. മാൻഡിബിൾ എന്ന് വെച്ചാൽ താഴത്തത് ഇതില്ലേ, ഇതാണ് മാൻഡിബിൾ. ഓക്കെ. അപ്പൊ മാക്സില്ലയായി, മാൻഡിബിളായി, നേസലായി, ഇൻഫീരിയർ നേസൽ കോങ്കയായി, ലാക്രമൽ ബോണായി. പിന്നെ ആരാടെ ഉള്ളത്? സൈഗമാറ്റിക് ബോൺ. ഇവിടെ ഒരു സാധനമില്ലടോ, ഇതാണ് ഇത് സൈഗമാറ്റിക് ബോൺ. ഇങ്ങനെ കുറെ പേര് ചേർന്നതാണ് ഫേസിലെ ബോൺസ്. ടോട്ടൽ 14 എണ്ണം. അടുത്തത് ആരാ? ഫേസായി, സ്കള്ളില് ഫേസായി ഇതായി. പിന്നെ ഹയോയിഡ് ബോൺ ഞാൻ പറഞ്ഞു, ബേസ് ഓഫ് ദ ടങ് കാണാൻ യു ഷേപ്ഡ് സിംഗിൾ ബോൺ ആണ് ഹയോയിഡ് ബോൺ. പിന്നെയുള്ളത് ഇയർ ഓസിക്കിൾസ് 6 എണ്ണം, 3 ഇതിലും 3 ഇതിലും. സോ ഇത്രയാണ് സ്കള്ള്. അടുത്ത വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെർട്ടിബ്രൽ കോളത്തില് വാട്ട് ആർ ദ വെർട്ടിബ്രേ? cervical vertebrae 7 എണ്ണം, lumbar vertebrae thoracic vertebrae ഇതെന്തായാലും പഠിക്കണേ, 12 എണ്ണം, lumbar vertebrae 5 എണ്ണം, then coccygeal vertebrae 1, sacral vertebrae 1. 2 7 19 7 26 എണ്ണമാണ് വെർട്ടിബ്രൽ കോളം. എത്ര? 26 എണ്ണം. ഓക്കെ. പിന്നെ നമ്മുടെ സ്റ്റേണം അറിയാലോ, നടുവിലത്തെ ഈ ഒരു നടുവിലത്തെ ഈ നമ്മുടെ റിബൊക്കെ അറ്റാച്ച് ചെയ്ത് വെൻട്രലി റിബ്സൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ബോണാണ്, സിംഗിൾ ബോണാണ്, ഒരു ഫ്ലാറ്റ് ബോണാണ് സ്റ്റേണം. പിന്നെ റിബ് എത്ര പേയേഴ്സ് ആണുള്ളത്? 12 പേയേഴ്സ് ആണുള്ളത്. റിബ്സ് നമുക്ക് 3 ആയിട്ട് തിരിക്കാം അല്ലെ? ഏതൊക്കെയാ?
ട്രൂ റിബ്സ്, ഫാൾസ് റിബ് ആൻഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ് ആൻഡ് ഫ്ലോട്ടിംഗ്. ഏതൊക്കെയാ ട്രൂ റിബ്സ്? 1 തൊട്ട് 7 വരെ എല്ലാരും ട്രൂ ആണ്. ഓക്കെ, അവര് ഡോർസലി വെർട്ടിബ്രൽ കോളുമായിട്ടും വെൻട്രലി സ്റ്റേണുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവരാണ് ഒരു ട്രൂ റിബ്സ്. 8, 9, 10 ഡോർസലി വെർട്ടിബ്രൽ കോളമാണെങ്കിലും വെൻട്രലി 7th റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവർ ഡയറക്ട്ലി സ്റ്റേണുമായിട്ടല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവരാണ് ഒരു ഫാൾസ് റിബ്സ് അഥവാ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ആരാ? വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ഓക്കെ, ആരൊക്കെയാ? 8, 9, 10. അപ്പൊ ഇവര് ഡോർസലി വെർട്ടിബ്രൽ കോളം വെൻട്രലി സ്റ്റേണമല്ല, പകരം 7th റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബൈ ഹയാലിൻ കാർട്ടിലേജ്. ബൈ ഹയാലിൻ കാർട്ടിലേജ് വെച്ച് 7th ആയിട്ടാണ് ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവരെയാണ് നമ്മൾ ഫാൾസ് റിബ് എന്ന് വിളിക്കുക. ഇനി 11, 12 ഇവര് ഡോർസലി വെർട്ടിബ്രൽ കോളാണെങ്കിലും വെൻട്രലി ആരുമായിട്ട് അറ്റാച്ച് ചെയ്തില്ല. ചുമ്മാ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, ചുമ്മാ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേണാണെങ്കിൽ 1, 2, 3, 4 1, 2, 3, 4, 5, 6, 7 എണ്ണം. 7 എണ്ണം സ്റ്റേണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ യെസ്. ഇനി 8, 9, 10 7ാമത്തെ റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർട്ടിലേജ് നമ്മൾ ഹയാലിൻ കാർട്ടിലേജ് വിളിക്കും. വിളിക്കാം ഹയാലിൻ കാർട്ടിലേജ്. ഇനി നമ്മുടെ 11, 12 സ്റ്റേണായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. 11, 12 ചുമ്മാ വെർട്ടിബ്രൽ കോളത്തിന്റെ അവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇത്രയാണ് റിബുകൾ. ടോട്ടൽ 24 എണ്ണം ഉണ്ട്. 24 പെയേഴ്സ് ഉണ്ട്. സെർവിക്കൽ വെർട്ടിബ്ര 7 എണ്ണം, ലംബാർ വെർട്ടിബ്ര 5 എണ്ണം, തൊറാക്സിക് 12 എണ്ണം, സാക്രൽ വെർട്ടിബ്ര 1, ഓക്സിജിയൽ വെർട്ടിബ്ര 1. ടോട്ടൽ 26 എണ്ണം. അപ്പം വെർട്ടിബ്രയായി, റിബ്സായി, സ്റ്റേണായി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആക്സിയൽ സ്കെലറ്റൻ. ഇനി അപ്പെൻഡിക്കുലർ സ്കെലറ്റനിൽ നമുക്കറിയാം പെക്ടോറിയൽ ഗേർഡിലുണ്ട്, പെൽവിക് ഗേർഡിലുണ്ട് അല്ലെ? അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ 2 ആൾക്കാരാണ് അതിലുള്ളത്. ഗേർഡിൽസ് ഉണ്ട്, നമ്മുടെ ലിംസ് ഉണ്ട്. ഗേർഡിൽസ് പെക്ടോറൽ ഗേർഡിലും പെൽവിക് ഗേർഡിലും. ഇതാണ് പെക്ടോറൽ ഗേർഡ്, ഇതാണ് പെൽവിക് ഗേർഡിൽ. പെക്ടോറൽ ഗേർഡില് 2 ആൾക്കാർ ചേർന്നിട്ടാണ് പെക്ടോറൽ ഗേർഡിൽ ഉണ്ടായിരിക്കുന്നത്. 2 ബോൺസ്. ഏതൊക്കെയാ? ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. അതൊക്കെയാ? ക്ലാവിക്കിളും സ്കാപ്പുലയും പെക്ടോറൽ ഗേർഡിൽ. ക്ലാവിക്കിൾ നമ്മുടെ ഇവിടുത്തെ ഈ ബ്യൂട്ടി ബോൺ ആണല്ലേ ക്ലാവിക്കിൾ അല്ലേ? യെസ്. ഷോൾഡർ ബ്ലേഡിനെ വിളിക്കുന്ന പേരാണ് സ്കാപ്പുല. ഓക്കെ, ഇനി പെൽവിക് ഗേർഡിലോ? പെൽവിക് ഗേർഡില് ഇതിപ്പം ക്ലാവിക്കിളും സ്കാപ്പുലയും അല്ലേ? ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയായി പെക്ടോറൽ ഗേർഡില്? ഇവിടെ ക്ലാവിക്കിളും സ്കാപ്പുലയും, ഇവിടെയും ക്ലാവിക്കിൾ 4 എണ്ണം. പെൽവിക് ഗേർഡില് 2 എണ്ണം. ഇവിടെ ഒരു പെൽവിക് ഗേർഡിൽ, ഇവിടെ 1. ഓക്കെ, അപ്പൊ എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ 4, 2, 6 എണ്ണം. 4, 2, 6. ഓക്കെ, ഇനി ഈ പെൽവിക് ഗേർഡിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാ മക്കളെ? പറ. ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. ഇലിയം, ഇഷിയം, പ്യൂബിസ്. പെൽവിക് ഗേർഡിൽ 3 ഭാഗങ്ങളാണ്. ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. അത് 3 പാർട്സ് ആണ്. ഒരിക്കലും 3 ബോണുകളല്ല, 3 പാർട്സ് ആണ്. പെൽവിക് ഗേർഡിലെ 3 പാർട്സ് ആണ് ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ കയ്യിലെയും കാലിലെയും പോണ്. നമുക്കറിയാം, ആദ്യം കൈ എടുക്കാണ്. ഒരു കയ്യിൽ 30 എണ്ണം. കയ്യിലുള്ള ഫോർലിംബ് 30 എണ്ണം. ഏതൊക്കെയാ? ദിസ് ഇസ് ഹ്യൂമറസ്, റേഡിയസ്,
ulna. Wrist bone എന്ത് വിളിക്കും? Carpals, metacarpals, phalanges. അപ്പൊ ഹ്യൂമറസ് നമുക്കറിയാം, ഈ ബോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമറസ്. എണ്ണം 1. പിന്നെ റേഡിയസും അൾനയും 2 എണ്ണം. ഇവിടെയുള്ള 2 ബോൺസ് ആണ് റേഡിയസ് ആൻഡ് അൾന. 2. റേഡിയസ് 1, അൾന 1. കാർപ്പൽ എന്ന് വെച്ചാൽ നമ്മൾ റിസ്റ്റ് കാണുന്ന ബോണാണ് ആര്? കാർപ്പൽ. അതൊരു 8 എണ്ണമാണ്. ഓക്കെ. മെറ്റാകാർപ്പൽ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിടും ഈ ഭാഗം 1, 2, 3, 4, 5 ഈ ഭാഗത്തെ ബോൺസ് ആണ് മെറ്റാകാർപ്പൽസ്. അത് 5 എണ്ണം. ഫലാഞ്ചസ് എന്ന് വെച്ചാൽ നമ്മള് ഡിജിറ്റ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. സോ ഫലാഞ്ചസ് 14 ആണ്. കൂട്ടി ഒഴിക്കേ 30 ആയൊന്ന്. 14, 5, 19, 8, 27, 28, 29. ഓക്കെ. ഇനി ഹൈൻഡിപ്പിലോട്ടേക്ക് വരികയാണെങ്കിൽ, കാലിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ തൈബോൺ നമ്മൾ എന്താ വിളിക്കുക? തൈബോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീമർ. അല്ലെ? ഫീമർ 1. അല്ലെ? ടിബിയയും റേഡിയസ് കാലിനെയും പോലെ കാലില് ഓക്കെ ഇവിടെ മുട്ടിന്റെ താഴെ 2 ബോൺസ്, ടിബിയ ആൻഡ് ഫിബുല. അതിന് മുന്നേ നമ്മുടെ മുട്ടില്ലേ, നീ ക്യാപ്പ്, നീ ക്യാപ്പിനെ കവർ ചെയ്തിട്ടൊരു ബോൺ ഉണ്ട്. അതിന് നമ്മൾ ഫാക്ടല എന്ന് വിളിക്കും. ഫാക്ടല 1. ഓക്കെ. ഇനി ആ സാധനം ഇവിടെ ഇല്ല, കയ്യിലില്ല, കാലില് മാത്രം കാണുന്ന ബോണാണ് ഫാക്ടല. ഇനി ടിബിയയും ഫിബുലയും, ടിബിയ ആൻഡ് ഫിബുല ഓരോന്നും 1 വീതം. ഇനി അവിടെ കാർപ്പൽസിന് പകരം ഇവിടെ ടാർസൽസ് 7 എണ്ണമാണ് കാണാം. ഇവിടെ 8 എണ്ണല്ല, ഇവിടെ 7 എണ്ണം. പിന്നെ മെറ്റാടാർസൽസ് മറ്റേതുപോലെ തന്നെ, മെറ്റാകാർപ്പൽ പോലെ മെറ്റാടാർസൽസ് 5 എണ്ണം. ഫലാഞ്ചസ് 14 എണ്ണം. വിരലിലുള്ള ഓരോ ഡിജിറ്റ്സിൽ കാണുന്ന ബോണ്ട് 14 എണ്ണം. ടോട്ടൽ എത്രയായി? 30. അങ്ങനെ 2 കൈക്കും കൂടെ 60, 2 കാലിലും കൂടെ 60, ടോട്ടൽ 120. ഓക്കെ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ബോൺസ്. ഓക്കെ. യെസ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ട്. എനിക്കറിയാം കുറച്ച് ഫാസ്റ്റ് ആണ്. നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു സ്കെലിറ്റൻ സിസ്റ്റം, ഒരു സ്കെലിറ്റൻ മൊത്തം ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തി കാണിച്ചു തരായിരുന്നു. അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിരുന്നെന്ന് എനിക്കറിയില്ല. യൂട്യൂബിലൊക്കെ നല്ല അടിപൊളിയായിട്ട് 3 ഡയമെൻഷനലായിട്ട് നമുക്ക് എല്ലാം ശരി കാണിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കിയാല് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആദ്യം നിങ്ങൾ പേരുകളൊക്കെ വൃത്തിയിൽ പഠിക്കുക കേട്ടോ. ഇനി സെർവിക്കൽ വെർട്ടിബ്ര ഞാൻ പറഞ്ഞു, കഴുത്തിന്റെ അടുത്ത്. ഇവിടുത്തെ വെർട്ടിബ്രയാണ് സെർവിക്കൽ വെർട്ടിബ്ര. ഇവിടെ തൊറാക്സ് അല്ലെ, തൊറാക്സിന്റെ അവിടെ കാണുന്ന വെർട്ടിബ്രയാണ് തൊറാക്സിക് വെർട്ടിബ്ര. ഒരു ബെല്ലി റീജിയൻ ഇല്ലേ, വയറ്, അവിടുത്തെ ബാക്കിലത്തെ വെർട്ടിബ്രയാണ് ലംബാർ വെർട്ടിബ്ര. താഴെ 2 എണ്ണം സാക്രലും കോക്സിഡിയനും. ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രന്റെ പേര് പഠിക്കണം. കഴുത്തിലെ 1ാമത്തെ സെർവിക്കൽ വെർട്ടിബ്ര, അതിനെയാണ് നമ്മൾ അറ്റ്ലസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അറ്റ്ലസ്. സെക്കൻഡ് സെർവിക്കൽ വെർട്ടിബ്ര എന്ന് വിളിക്കുന്ന പേരാണ് ആക്സസ്. അപ്പം അറ്റ്ലസും ആക്സസും മറന്നുപോയത്. ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്ര ഈസ് അറ്റ്ലസ് ആൻഡ് സെക്കൻഡ് സെർവിക്കൽ വെർട്ടിബ്ര ഈസ് ആക്സസ്. ഓക്കെ. തേർഡ് ഫോർത്തൊന്നും പേര് പഠിക്കാനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ നടുവിലത്തെ ഓരോ വെർട്ടിബ്രന്റെ നടുവിൽ കൂടെ ഒരു കുഞ്ഞു കനാൽ ഉണ്ട് അല്ലെ, അതിനാണ് ന്യൂറൽ കനാൽ എന്ന് വിളിക്കുക. ആ ന്യൂറൽ കനാലിലൂടെയാണ് സ്പൈനൽ കോഡ് പോവാന്നൊക്കെ അറിയാലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം.